ഞാൻ റീസെൻ്റായിട്ട് ചെയ്ത ഒരു അപ്സൈക്ലിംഗ് ഫാഷനാണ് ഇന്ന് ഞാൻ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഓൾഡ് സ്കേർട്ടാണ്. ഇതിൻ്റെ ആ ഒരു പാറ്റേണും പ്രിൻസും കാണുമ്പോൾ നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഒരു മോഡൽ മനസ്സിൽ വന്നിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്കേർട്ട് എനിക്ക് മര്യാദയ്ക്ക് ഇടാനും അറിയത്തില്ല, ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു വേലക്കാരുടെ ലുക്ക് എനിക്ക് തോന്നാറ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഞാനതങ്ങ് കട്ട് ചെയ്തു. പിന്നെ ഈ അയണിങ് എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അയൺ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഒരു പെർഫെക്ഷൻ ആയിരിക്കും സ്റ്റിച്ചിങ്ങിൽ എനിക്ക് കിട്ടാം. അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അയണിങ് ഒരിക്കലും മിസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഈ ഒരു ഫാബ്രിക്കിന് നല്ലൊരു കട്ടിയുള്ളത് കൊണ്ട് തന്നെ ലൈനിങ് മെറ്റീരിയലിൻ്റെ ആവശ്യം വന്നില്ലായിരുന്നു. പിന്നെ നൈറ്റ് വെയർ ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലൂസാക്കിയും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്. നൈറ്റ് വെയർ ആയതുകൊണ്ടും കുറച്ചും കൂടി കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ്ലി ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആയതുകൊണ്ടും നല്ല ലൂസാക്കി സ്റ്റിച്ച് ചെയ്തുകൊണ്ടും ഇത് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കംഫർട്ടുകളൊന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇതിനൊരു നല്ല ഭംഗിയുള്ള ക്യൂട്ട് ഒരു സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതാണ് കേട്ടോ സ്ലീവ് വെച്ചിട്ടുള്ള ഔട്ട്പുട്ട്. എനിക്ക് സ്ലീവ്ലെസ്സിനേക്കാൾ കുറച്ചും കൂടി ഈ പ്ലീറ്റഡ് ആയിട്ടുള്ള ക്യൂട്ട് സ്ലീവ് വെച്ചിട്ടുള്ള ഒരു പാറ്റേണാണ് കൂടുതലും ഇഷ്ടമായത്. നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത്? വിത്ത് സ്ലീവ് ആണോ അല്ലെ വിത്തൗട്ട് സ്ലീവ് ആണോ എന്ന് കമൻറ്റ് ചെയ്യൂ. See you in the next video. Bye bye.